നമ്മളിതേ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. സൂപ്പർ അമ്മയും മകളും മത്സരവേദിയിലെ സൂപ്പർ താരങ്ങൾ. ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നോട് ആദ്യം പറഞ്ഞ എന്റെ മുൻപിൽ അടഞ്ഞ കുറെ വാതിലുകളുണ്ട് മാസ്റ്റർ, അത് ഡാൻസിന്റെ വാതിലുകളാണ്. അതെല്ലാം തുറന്ന് എനിക്ക് പുറത്തേക്ക് പറഞ്ഞു. ഞാൻ പിന്നെ നമുക്ക് തുറക്കാം. അവസാന ഘട്ടത്തിലേക്കുള്ള ഉശിരൻ തയ്യാറെടുപ്പുകൾ. അവതരണത്തിലെ പുതുമ കൊണ്ട് വ്യത്യസ്തരായ ഒരു അമ്മയും മകളെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സ്കിറ്റിലൂടെ നമ്മൾ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻസ് ആണ് ഇവർ. സ്വന്തം മകളെ നൃത്തത്തിൽ ഗുരുവായി കണ്ടുകൊണ്ട് അടിപൊളി പെർഫോമൻസസ് ത്രൂ ഔട്ട് കാഴ്ചവെച്ച് ഒരു അമ്മയും മകളെ നമുക്ക് പരിചയപ്പെടാം. ഷീന ആൻഡ് ശൈത്യ. അവരുടെ വിശേഷങ്ങൾ കാണാം. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തള്ളുകൾ പറയുന്നത് ആരാണ്? യു മേ പ്രൊസീഡ് പ്ലീസ്. എനിക്ക് കല്യാണപ്രായമൊക്കെ ആയില്ലേ, അമ്മയോട് പറ എന്നെ കെട്ടിച്ചു വിടാൻ. അമ്മച്ചീനെ ഞാൻ ഇവിടെ വലിയ കുക്കാണെന്ന് പറഞ്ഞല്ലേ കൊണ്ടുപോകാം. ശൈത്യക്ക് ഇവിടെ ഒരു പ്രണയമുണ്ട്. ഉണ്ട്. സന്തോഷ്, എന്താണ് നിങ്ങളുടെ പരാതി? എന്നോട് റൊമാൻസ് ആയിട്ടൊന്നും പെരുമാറുന്നില്ല. എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. നിയമപരമായ മുന്നറിയിപ്പ്. കഥയിൽ ചോദ്യമില്ല. ഒരു റിയൽ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. പുഴയുടെ തീരത്തായിട്ട് ഒരു കുഞ്ഞു വീട്. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അരുണിനെ കാണാം. സൂപ്പർ അമ്മയും മകളും. അപ്പോൾ ഇതാണ് എൻ്റെ ഓഫീസ്. ഇതാണ് എൻ്റെ സാറിൻ്റെ പേര് ജോസഫ് മാന്നാർ. അപ്പോൾ സാറ് 28 വർഷമായിട്ട് ഇവിടെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സീനിയർ അഡ്വക്കേറ്റാണ്. ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സാർ, നമ്മുടെ സൂപ്പർ അമ്മയും പ്രോഗ്രാം സാറ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് എന്നെ അമ്മേനെ പറ്റി പറയാനുള്ളത്? ഈ കുടുംബത്തെ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇവർ 3 പേരും ഇവിടെ വന്നിട്ടുണ്ട്. ശൈത്യൻ്റെ അനുഗ്രഹം വാങ്ങിച്ചാണ് പോയത്. സൂപ്പർ അമ്മയും മകളും പരിപാടിയിൽ സംബന്ധിക്കുന്ന ശൈത്യയ്ക്കും അമ്മയ്ക്കും എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. ശൈത്യയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ശരിക്കും അഡ്വക്കേറ്റ് ആണെന്ന്? നമ്മുടെ ഫ്ലോറിലാണെങ്കിൽ പോലും പലരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ ശരിക്കും ശൈത്യ വക്കീൽ തന്നെയാണോ, പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു കാണും പ്രേക്ഷകർക്ക്. ഇപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഓഫീസ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഹൈക്കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ വക്കീൽ ജോബിനും വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ അഡ്വക്കേറ്റ് ജീവിതമൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്ട്രെസ്സൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇതുവഴിയൊക്കെ പോകാറുണ്ട്. പക്ഷെ അമ്മ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം എന്താ.
ചെല്ലും, ഞാനത് കഴിഞ്ഞ് വരാം. എന്നടി താമസിച്ചു ഇത്ര നേരം? അമ്മ പ്രൊഫൈല് ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. എനിക്കിന്ന് പൊങ്കാലയ്ക്ക് പോകണമെന്ന് അറിയത്തില്ലായിരുന്നോ? അത് പിന്നെ ഞങ്ങട് ഇരിക്കുന്നു നിൽക്കുന്നു. പെണ്ണുങ്ങളെല്ലാം ഇപ്പൊ അവിടെ അടുപ്പ് കൂട്ടി കഴിഞ്ഞ് കാണാം, തണല് നോക്കി. കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വിളിച്ചു ചോദിച്ചായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസത്തില് എപ്പോഴും ഇങ്ങനെ തന്നെ എന്നെ കൂട്ടാണ്ട് അവിടെ എവിടെയും പോകുന്നത്. വാ കയറി വാങ്ങി പെട്ടെന്ന് പോകാം. ഞാൻ ഇന്നിപ്പം നിൽക്കുന്നത് ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇന്നിവിടെ പൊങ്കാലയായിരുന്നു. അപ്പം എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ ഓടി വരുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. ഈ ദേശത്തിൻ്റെ ദേവിയാണ് വാരനാട് ദേവി. എൻ്റെ സന്തോഷത്തിനും സങ്കടത്തിനും എല്ലാം എനിക്കെല്ലാം. ഇപ്പൊ നമ്മളിതേ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഫൈനൽ 5 എത്തിയിരിക്കുക. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി. കാരണം കാണുന്ന പ്രേക്ഷകരുടെയൊക്കെ ഒത്തിരി സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഫൈനലി വന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാണുന്ന എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ന് വെച്ചാൽ എന്നെ, അവളെ നേരത്തെ എല്ലാവരും തിരിച്ചറിയുന്നതാണ്, എന്നെ ഫൈനലി ഞങ്ങൾ വന്നതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നുണ്ട്? അല്ല, എന്നെ കുറിച്ചിട്ട് പറ. ഞാൻ ഇതിനകത്തൊന്നും വന്നിട്ടുള്ള ഒരാളല്ലല്ലോ. എന്നെ കുറിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ഷോ കൊണ്ട്. ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ഡാൻസ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ അതിന് ഞാൻ ഒത്തിരി താങ്ക്സ് എൻ്റെ സ്വന്തത്തിൻ്റെ അടുത്ത് പറയും. ഒത്തിരി താങ്ക്സ്. എനിക്കെന്താ പറയുന്നത്, ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഓർമ്മ വേണം. എപ്പോഴും ഒക്കത്തില്ല, ക്യാമറ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഓർമ്മ. അമ്മയ്ക്ക് നമ്മൾ ചെയ്തതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണാൻ തോന്നിയ ഒരു പെർഫോമൻസ് ചെയ്ത ഷാജഹാനും മുംതാസും. അപ്പോൾ ഇതേ സൂപ്പർ അമ്മേമ്മകളുടെ ഫൈനൽ 5 ഞങ്ങൾ എത്തിയിരിക്കുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കിഡിലും പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങോട്ട് വേണം. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും കുറച്ച് പേരെയും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ് റൂം. എൻ്റെ 10th B. ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞൊരു ക്ലാസ് ആയിരുന്നു ഇത്. യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ടൈം ആകുമ്പം നമ്മൾ ഇവിടെ ആയിരിക്കും, ഈ ബെഞ്ചൊക്കെ മാറ്റിയിട്ട് ഇവിടെ ആയിരിക്കും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വരും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഫുൾ പ്രാക്ടീസ് ആയിരിക്കും, പഠിത്തം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞൊരു ക്ലാസ് റൂം ആയിരുന്നു ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ ബിഷപ്പ്നൂർ വിദ്യാപീഠം, എൻ്റെ സ്കൂള്. എന്താ പറയുക, ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ എന്തായാലും എന്നെ പറ്റിയിട്ടും പിന്നെ എന്താ ടീച്ചേഴ്സിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. Shaitya is a really lucky child. She is a proud kid for her parents and for our school as well. And she will soon is going to be a big star, and everyone is going to know about her. And now recently she has enacted in Amrita TV Super Amme Molum, and I'm sure she will be the winner every time and every moment of her life. And once again, we are really lucky to have her in our midst. May God bless her. സൂപ്പർ അമ്മയും മകളും. ഒന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. കാണാ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ഇന്ദിവരം പോലെ അഴകുള്ളോള്, ഇന്ദ്രധനുസ് പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള്. ഇന്ദിവരം പോലെ അഴകുള്ളോള്, ഇന്ദ്രധനുസ് പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടിൽ വിരിയും കരിക്കുമ്പോള്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്.
ഞാൻ വന്നായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ കലാകുടുംബം. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ രാജേഷ് കടവന്ത്ര. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല, ആള് ഭയങ്കര ഫേമസ് ആണ് കുറേ സിനിമകളിലൂടെയും. അതുപോലെ തന്നെ ഏതായിരുന്നു നമ്മുടെ ആസിഫ് അലി. ആസിഫ് അലിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് കേട്ടോ, അയ്യോ കുറേ ഉണ്ട്. ഏതെങ്കിലും നമുക്ക് എല്ലാവരും ഇപ്പൊ നമ്മള് നല്ല അടിപൊളി വൈബിലിരിക്കുക, അപ്പൊ ഏതെങ്കിലും ഒരു ഐറ്റം എല്ലാവർക്കും കണക്ട് ആവാൻ വേണ്ടിട്ടുള്ള സാധനം ചെയ്യാം. പ്രേമ സിനിമയിലെ വിനയ് ഫുഡ്. സാർ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ തലയിൽ മുടിയില്ല, ജാവ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. അഞ്ജലി മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. പിന്നെ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പേജില് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പൂച്ച, ഇറച്ചി തിന്നോണ്ടിരിക്കുന്ന പട്ടി, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവും, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മധുചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗുരു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മുടെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു കഥാപ്രസംഗം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതൊക്കെ മധുചേട്ടനായിരുന്നു. അപ്പോൾ താങ്ക് യു ചേട്ടാ. ഞാൻ പഠിപ്പിച്ചെങ്കിലും നിങ്ങളുടെ പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ഞാൻ കൂടുതലും ബഹുമാനം. ഇപ്പോൾ ആർക്കും പഠിപ്പിക്കാൻ സാധിക്കും, പക്ഷെ അത് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് എന്നുള്ള വ്യക്തിപരമായി നിങ്ങളൊരു കഴിവാണ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ മധുചേട്ടന്റെ ഇടവും ഫലവും. അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും രസം. അപ്പൊ ഇത് നമ്മുടെ മധുചേട്ടന്റെ മൂത്ത മോൻ മഹാദേവൻ, ഇത് ഇളയ മോൻ മനു, അതേപോലെ തന്നെ നമ്മുടെ സജിത്ത് കലവൂര്. സജിത്തേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു 1 man ഷോ അല്ലേ? അടിപൊളിയായിട്ട് 1 man ഷോയും. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. കറക്റ്റ് 12 പഠിക്കലോട്ടോ എത്തും ഇന്ദുമുഖി നീ ഇന്ന് രാത്രിയിൽ സ്റ്റാൻഡിലെത്തേണം, സൂപ്പർ ഫാസ്റ്റിൽ കയറേണം. കറക്റ്റ് 12 നീർക്കോലിയും തവള തമ്മിൽ പ്രേമിക്കുന്നു. ഇന്ത്യയിൽ ഒരു കവി അത് കണ്ടുപിടിച്ച രായപ്പ സാറ്. കരപ്പുഴത്തോട്ടിൽ ഒരു നല്ല നിലാവുള്ള രാവിൽ പണ്ടൊരു നീർക്കോലി പിണ്ടിയിൽ വന്നൊരു പെണ്ണിനെ കണ്ടു കൺമുന കൊണ്ടു. ആറ്റിൻകരയിൽ അരനീരു വെള്ളത്തിൽ നീരാട്ടിനെത്തിയ തവള, മറയ്ക്കാത്ത തവള, നീർക്കോലിയെ കണ്ടു നാണിച്ചു നിന്നു താഴമ്പു പോലൊരു തവള, കണ്ണിൽ പാമ വലയുള്ള തവള. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിത് ഫൈനലിലെത്തി. സൂപ്പർ 5 എത്തിയതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷം. പിന്നെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഫസ്റ്റ് അടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റും കൊണ്ട് വന്നാൽ അത് നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ്. ഒരു അടിച്ചുള്ളി പാട്ടുകൂടെ ആയാലോ? ഓ ഉറപ്പായിട്ടും. തന്നാനി താനനാനേ താനി തനനാനി താനനാനേ തന്നാനി താനനാനേ തനനാനി താനനാനേ തന്നാനി താനനാനേ തനനാനി താനനാനേ. കുട്ടാടൻ പാടത്തെ പെണ്ണെ നല്ല പാട്ടൊന്നു പാടിടട്ടെ, നല്ല പാടും കളത്തിലടി നല്ലൊരാട്ടം ഒന്നാടിടാമോ, പാടും കളത്തിലടി നല്ലൊരാട്ടം ഒന്നാടിടാമോ. തന്നാനെ താനനാനേ താനി തനനാനേ താനനാനേ തന്നാനെ താനനാനേ തനനാനി താനനാനേ തന്നാനി താനനാനേ തനനാനി താനനാനേ തന്നാനി താനനാനേ താനി തനനാനി താനനാനേ തന്നാനി താനനാനേ തനനാനി താനനാനേ തന്നാനി താനനാനേ തനനാനി താനനാനേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം മനോഹരി അമ്മ.
മനോഹരി അമ്മേനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ കെട്ടിയോളാണ് മാലാഖയിലെ ആസിഫ് അലിയുടെ അമ്മ. പിന്നെ ഭീഷ്മപർവ്വത്തിലെ നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു വെബ് സീരീസിൽ എൻ്റെ അമ്മുമ്മയായിട്ട് അമ്മ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിലീസായിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ബന്ധമാണ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക, അമ്മുമ്മയായിട്ട് തന്നെ എപ്പോഴും കാണുന്നത്. എന്തൊരു പ്രോഗ്രാമിനെ പോലെ തന്നെ അതേ ഒരു സ്നേഹം. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം അമ്മ കാണാറുണ്ട്. എല്ലാ പ്രോഗ്രാംസും കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ട്. ഇവരുണ്ടെന്ന് അറിഞ്ഞാൽ എപ്പോഴും ഞാൻ കണ്ടിരിക്കും മൊബൈലിൽ. അതെ, എന്നിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റിലത്തെ നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു, അയ്യോ ഷീന ഇങ്ങനെയൊക്കെ അഭിനയിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുമെന്ന് അമ്മ ആ ഫസ്റ്റിലെ വിളിച്ചിട്ട് പറയുന്നത്. എനിക്ക് ഒത്തിരി സൂപ്പറായിട്ട് തോന്നിയത് നിങ്ങളുടെ കഥാപ്രസംഗം. ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ഒരു ഇന്ത്യൻ പ്രണയ കഥ. പിന്നെ കേരളവും. അതെ, ഒരു വെള്ളത്തൊപ്പി വെച്ച ഒരു മധ്യവയസ്കൻ, അതാണ് നമ്മുടെ കഥാനായികയുടെ അച്ഛനായ അമ്പയർ. അപ്പം അമ്മ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും യാത്ര എന്താ പറയുക, 12 പേരിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഫൈനൽ 5-ൽ എത്തിയിരിക്കുക. ഞങ്ങളും ഉണ്ട് അതിനകത്ത്. ഇത്രയും നാളും ഞങ്ങളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത്, അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവണം, ഇനിയും അങ്ങോട്ടുണ്ടാവണം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു അമ്മ. അമ്മയും അച്ഛനും ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായിട്ടുണ്ട് നിങ്ങളുടെ അഭിനയം. നിങ്ങൾ ഫൈനൽ ഭിന്നകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും കാണുന്ന അമൃത TV-യിൽ വന്നു ഞങ്ങൾക്ക് ഒരു നല്ല ബിഗ് സ്റ്റേജിൽ കയറി ഒരു ചെറിയ പെർഫോമൻസ് ആണെങ്കിലും അതോടുകൂടി ഒരുപാട് അംഗീകാരങ്ങൾ നാട്ടിലായാലും വിദേശത്തായാലും ആൾക്കാർ വിളിച്ച് നന്നായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യമാണ്. എളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100-ന്റെ നോട്ടു കൊണ്ടാറാട്ട്. കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എൻ്റെ നീരാട്ട്. ഞാൻ ആദ്യം ഇവിടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചിട്ട് ഈ പ്രോഗ്രാമിലാണ്. നമ്മുടെ സൂപ്പർ അമ്മയും മകളിൽ കൃഷ്ണനും രാധയായിട്ടാണ് കളിച്ചത്. അമ്മയ്ക്ക് അത് കണ്ടിട്ട് അമ്മയ്ക്കൊപ്പം എനിക്ക് അന്ന് കണ്ടിട്ട് സന്തോഷം വന്നു, എനിക്ക് കരച്ചിലും വന്നു. സൂപ്പറായിരുന്നത്. സന്തോഷവും വന്നു, സങ്കടവും വന്നു, കരച്ചിലും വന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവത്തില്ലേ? തീർച്ചയായും. ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ. സൂപ്പർ അമ്മയും മകളും. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 ലക്ഷം രൂപ സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 ലക്ഷം രൂപ സമ്മാനം. 2, 3, 4. First right. 1, 2, 3, 4. Okay. 5, 6, 7, 8. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിനീത് മാസ്റ്റർ. അപ്പോൾ മാസ്റ്ററിന്റെ ആ ഒരു എന്താ പറയുക, കണ്ട വിയർത്തൊഴുകിയത് കണ്ടില്ലേ ഞങ്ങളെ പഠിപ്പിച്ചോടെ. അതെ അതെ, അമ്മ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ഒരു ബേസിക് ലെവലിൽ നിന്ന് കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ മാസ്റ്ററിന്റെ കഴിവ് കൊണ്ടാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മാത്രമല്ല, കാരണം അത്ര എഫേർട്ട് എടുത്ത് പഠിക്കുന്നത്
എനിക്ക് ഒരുപാട് പേരെ നമ്മൾ പഠിപ്പിക്കുമെങ്കിൽ നമുക്ക് ഇത്രയും പാഷനോടുകൂടി വരുന്നത് എന്നോട് ആദ്യം പറഞ്ഞ എൻ്റെ മുൻപിൽ അടഞ്ഞ കുറേ വാതിലുകളുണ്ട് മാസ്റ്റർ, അത് ഡാൻസിൻ്റെ വാതിലുകളാണ്, അതെല്ലാം തുറന്ന് എനിക്ക് പുറത്തേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് തുറക്കാം. ആദ്യം ഒരു കീ എൻ്റെ കയ്യിലോട്ട് തന്നു, ഞാൻ തുറന്നു കൊടുത്തോളൂ. പിന്നെ എന്നെ കൂട്ടിക്കൊണ്ട് ഓരോ വാതിലോട്ട് പോകുമായിരുന്നു. ഞാൻ തന്നെ വളരെ അതിശയിച്ചു പോയി. പിന്നെ എപ്പോഴും ഒരു ടീം ഗ്രൂ സപ്പോർട്ടായിട്ട് ഇവരെല്ലാവരും ഇത് നമ്മുടെ മാസ്റ്ററിന്റെ വൈഫാണ് രശ്മി ചേച്ചി. രശ്മി ചേച്ചിയും എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് ഭയങ്കര അധികം സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് രശ്മി ചേച്ചിയാണ്. പിന്നെ ഇത് നമ്മുടെ സൂംബ ക്ലാസ്സിലെ ശ്രീദേവി ചേച്ചിയും പിന്നെ നമ്മുടെ ഇത് ഡോക്ടറാട്ടോ ഗോപികൃഷ്ണൻ. എപ്പിസോഡ് കഴിയുമ്പോഴും അവരുടെ ലെവൽ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഷീനയും ശൈത്യം. രണ്ടാൾക്കും ഗ്രാൻഡ് ഫിനാലയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. വിജയാശംസകൾ.